നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ വക്ര തന്നെയുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ. നമ്മൾ ഇന്നേ വരെയായിട്ട് പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാനും ഹസ്ബൻഡ് ഒന്ന് ഈവനിങ് ടൈം ആയപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൈബ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇപ്പം നല്ല തണുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല തണവാണ്. ഈ ബീച്ചിൻ്റെ അടുത്തോട്ട് അങ്ങനെ കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം അറിയാൻ പറ്റിയത്. നമ്മൾ മൂഞ്ചിപ്പോയെന്നാണ് തോന്നണേ. ഗായ്സ്, ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും കടലിൽ പോകാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് കല്ലുകളും പാറകളും കാണിച്ചു തരുന്നതെന്ന്. ആക്ച്വലി ഇത് കടലാണ് ഗൈസ്. കടലിലാണ് നമ്മൾ നിൽക്കുന്നത്, പക്ഷെ വെള്ളമില്ല. നമ്മൾ മൂഞ്ചി ഗായ്സ്. ഇവിടെയാണെങ്കിൽ ഈ സമയത്ത് വെയിലേറ്റവും വെയിലിറക്കൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടൽ നന്നായിട്ട് ഉൾവലിഞ്ഞേക്കണേന്. അതുകൊണ്ടാണ് ഇവിടെ വെള്ളമൊന്നുമില്ലാതെ നിൽക്കുന്നത്. പക്ഷേ ഈ കടലിൻ്റെ അടിഭാഗത്ത് ഫുള്ളും കല്ലുകളും പാറകളുമാണ് മൊത്തം. കൊണ്ട് തന്നെ നോക്കിയും കണ്ടു നടന്നില്ലെങ്കിൽ ഇവിടെ തലടിച്ച് വീഴുന്ന ഉറപ്പന്നെ കാര്യം. എന്തായാലും വന്നതല്ലേ, എന്നാ പിന്നെ കുറച്ചൊക്കെ നടന്ന് അവിടം വരെയൊക്കെ പോയി നോക്കിയാലോന്ന് വിചാരിച്ച്. ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോ ഇവിടെ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോഴത്തേക്കും വേലിയേറ്റത്തിന്റെ സമയമായിരിക്കുള്ളൂ. നോക്കിയ ഗായ്സ്, അറ്റത്താണ് കടലുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് കുറേ ദൂരം നടക്കുകയും വേണം. അവിടം വരെ നമ്മൾ നടന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ആകെ വയ്യാതെയാവും. പിന്നെ അസ്തമയത്തിന്റെ സമയമായി. പെട്ടെന്ന് അങ്ങാനും വെയിലേറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ പോവാന്ന് തന്നെ വിചാരിച്ചു ഗായ്സ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗായ്സ്. നമുക്ക് അങ്ങനെ കടലും കാണാൻ പറ്റിയില്ല. സാറില്ല ഗായ്സ്, ഇനി എന്തായാലും പിന്നീട് നമുക്ക് കടൽ കാണാം എന്നുള്ള സമാധാനത്തിൽ തിരിച്ചു പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചിട്ടെ ഗായ്സ്. ഇത് സൂര്യാസ്തമയത്തിന്റെ സമയമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കടലിന്റെ സൈഡിലല്ലേ അസ്തമയം ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് കടലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സൂര്യാസ്തമയം. ഞാൻ അവിടെ നിന്ന് 2 ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നടക്കണേ കേട്ടാ. ഈ ഏതാണ്ട് 2 കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് കേട്ടോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആളുകൾ കുറവുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ വന്നത്. ഇങ്ങനെ അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ എന്തായാലും കടൽ കണ്ടില്ലല്ലോ. അപ്പം ആ ഒരു വിഷമത്തിൽ അങ്ങനെ ടീ ടൈമിന് ചായയും കുടിച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ച് ഞാനും ഹസ്ബൻഡും ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ കൂടി വരുന്നുണ്ടായിട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് നേരം ഒന്നും അവിടെ ഇരുന്നില്ല. പിന്നെ നമ്മൾ വേഗം വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.